നമുക്കൊരു ജി സ്റ്റാർ മോഡലിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും റിവ്യൂ ഒക്കെ ഇട്ടതാണ്. ഞാൻ അതിൻ്റെ ഒരു കണക്ഷൻ പറയാൻ വേണ്ടി വന്നതാണ്. ഇതിൻ്റെ മൈക്ക് കണക്ഷൻ ഇല്ലേ, പലരും പറയും ഇതിൻ്റെ മൈക്ക് കണക്ഷൻ കൊടുത്തിട്ട് വർക്ക് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോൾ അങ്ങനെ എൻ്റെ അടുത്തൊന്ന് സംശയം ചോദിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് ഇടുകയാണ്. ഇതിൽ കാണുന്നുണ്ടോ? അതാ ഈ M+M- PF4 ഇല്ലേ, അപ്പോൾ മൈക്ക് ഡയറക്റ്റ് അതിൻ്റെ കണക്ഷൻ കേബിൾ കുത്തി കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ, ഈ M- ഈ PF4 കൂടി ഷോർട്ട് ചെയ്യുക. അപ്പോൾ മൈക്ക് ഓൺ ആവും കേട്ടോ. എന്താ ഈ കേബിൾ TS ഇനി വരുന്നില്ലേ, ഇവിടെ M+ വരിക, ബാക്കി M- പിന്നെ PF4 ഷോർട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് വർക്കാവും. പിന്നെ വേറൊരു കാര്യമുണ്ട്, അങ്ങനെ ഷോർട്ട് ചെയ്താലും ചിലപ്പോൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ റിമോട്ടിൽ ഈ മോഡ് ബട്ടൺ ഇല്ലേ, ഇത് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ മൈക്ക് ഓൺ ആവും. അപ്പോൾ അങ്ങനെ കണക്ഷൻ കൊടുത്താലും ചിലപ്പോൾ മൈക്ക്, ഇതിൻ്റെ ഒരു ഷോർട്ടാണ് കേട്ടോ, ഈ റിമോട്ടിലുള്ളൊരു ഷോർട്ടാണ്. ഈ മോഡ് ബട്ടന് നെക്കി പിടിക്കുക. ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് മൈക്ക്. അപ്പോൾ ഈ മൊഡ്യൂൾ ഇപ്പോൾ ഒരു മൊഡ്യൂൾ വാങ്ങിയിട്ട് ഇത് വർക്ക് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ മൊഡ്യൂളിൻ്റെ കുഴപ്പമില്ല, ബിഗിനേഴ്സാണ്. അപ്പോൾ ബിഗിനേഴ്സിനെ ഉദ്ദേശിച്ച് മാത്രമാണ്. പലരും ഇതിന് വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നാലും എൻ്റെ ഇതിൽ ഞാൻ പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ കണക്ഷൻ വരുന്ന എൻകോഡർ സാധനങ്ങൾ ഒക്കെ നോർമലി പ്ലഗ് ഇത് തന്നെ പിൻ തന്നെയാണ്, ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ കണക്ഷൻ, ഈ 3 കണക്ഷൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ വന്നാൽ മതിയേ കേട്ടോ. ബിഗിനേഴ്സിന് ഉദ്ദേശിച്ച് മാത്രം. അപ്പോൾ ഞാൻ അതൊന്ന് പ്ലേ ചെയ്യട്ടെ. ഇത് ഫുൾ വർക്ക് കഴിഞ്ഞതാ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.